ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കാര്യം. യഥാർത്ഥത്തിലെ പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെട്ടത് 2019 2019 ഇത് പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തയച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിദ്വാൻ്റെ കയ്യിലാണ്. ഈ വിദ്വാൻ തന്നെയാണ് ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 17-ാം തീയതി ഒരു ചാനൽ മുഖാന്തരം 4 കിലോ കാണാനില്ല എന്ന് പറയുന്ന ആ സംശയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ സംശയം അത് കൃത്യമായി കോടതി നിരീക്ഷിക്കുകയും കോടതി അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് പരിശോധിച്ചപ്പോൾ, വിജിലൻസ് പരിശോധിച്ചപ്പോൾ കണ്ടെടുത്ത് വിടുന്ന ഈ ആക്ഷേപം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇതെടുത്തത്. ആ സഹോദരിയുടെ വീട്ടിൽ എങ്ങനെയാണ് ഇതെത്തിയത്? വിജിലൻസ് തന്നെ വിശദീകരിച്ചതനുസരിച്ച് വാസുദേവൻ എന്ന് പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത മിത്രമായ അല്ലെങ്കിൽ കൂട്ടുകച്ചവടക്കാരനായ വാസുദേവൻ്റെ കയ്യിലാണ് ഇത് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നത് 4 വർഷമായി. ആ 4 വർഷത്തിന് ശേഷം ഇത് പുറത്തു വരുന്നത് എപ്പോഴാണ്? ഇത് സംബന്ധിച്ച് കോടതി ഉത്തരവിട്ട് വിജിലൻസ് അന്വേഷണം വന്നതിന് ശേഷം. അപ്പോൾ ആ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വാസുദേവൻ ഇപ്പോൾ കൊടുത്ത വിജിലൻസിൻ്റെ മൊഴി, വിജിലൻസ് വിശദീകരിച്ചതിന് റിപ്പോർട്ട് നാളെ കോടതി കൊടുക്കുന്നുണ്ടതല്ല, നമുക്കത് വെളി വരും, അപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാം. ഏതായിരുന്നാലും കണ്ടെടുത്തത് പരാതി ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. അവിടെ എന്തായിരുന്നാലും ഭരണപക്ഷത്തു നിന്ന് ആരും കൊണ്ട് ഇത് വയ്ക്കുകയില്ല. ഈ പറയുന്ന പ്രതിയാകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഭരണകക്ഷിക്കാരെന്ന് കൊണ്ട് കൊടുക്കുമോ? അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒരു പ്രശ്നത്തെ കാണുന്നതിന് പകരം പുതിയ സാഹചര്യത്തിൽ എന്തോ സംഭവിച്ചു എന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രചരണം ഉയർത്തിക്കൊണ്ടുവരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ വലിയ രൂപത്തിലുള്ളൊരു മേന്മ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉന്നയിച്ച കാര്യങ്ങളിൽ വരികയും അത് ഭക്തജനങ്ങളിൽ സ്വീകാര്യത ഉറപ്പാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിൻ്റെ ശോഭ കെടുത്താൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമത്തിൻ്റെ പാഴ്വേലയാണ് യഥാർത്ഥത്തിൽ പുതിയതായി ഇപ്പോഴത്തെ പ്രശ്നം എന്ന രൂപത്തിൽ അത് അവതരിക്കും. ഇപ്പോഴത്തെ പ്രശ്നം കോടതി അംഗീകരിച്ചു. നിങ്ങൾ ആ റിപ്പോർട്ട് എടുക്ക്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 2025 കൊടുത്തയച്ച വിഷയത്തെ സംബന്ധിച്ചോളം കൃത്യമായി പ്രോപ്പറായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അത് തീരുമാനം എടുക്കുന്നത് തന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതിന് സംബന്ധിച്ച് കൃത്യമായി അജണ്ടകൾ വെച്ച് ചർച്ച ചെയ്ത് ശാസ്ത്രീയമായ നിലപാടുകൾ സ്വീകരിച്ച് ക്യാമറയിലാണ് ഇത് കൃത്യമായി പകർത്തിക്കൊണ്ടാണ് ഇത് എടുക്കുന്നത്. ആ എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് സ്മിത്തുണ്ട്, ശാന്തിമാരുണ്ട്, തന്ത്രികളുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്, ദേവസ്വം പോലീസുണ്ട്, വിജിലൻസ് ഉണ്ട്. ഇതെല്ലാം ക്യാമറയിൽ പകർത്തി കൊണ്ടുപോകുന്നതും ആ തരത്തിൽ യൂണിഫോം ധാരികളായ ആളുകളുടെ കയ്യിൽ കൊണ്ടുപോയി സ്ഥലത്ത് കൃത്യമായി ചെയ്തതിന് ശേഷം തിരിച്ച് ഈ സംശയം ഉന്നയിച്ചപ്പോൾ കോടതി പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് കണ്ടപ്പോൾ കോടതി അത് പ്രോപ്പറാണ്, അത് അംഗീകരിക്കുകയും ചെയ്തു. അതെ, ഇത് രണ്ടും നിങ്ങൾ മറക്കണം, രണ്ടും നിങ്ങൾ ഇറക്കണം, രണ്ടും മനസ്സിലാക്കണം. അല്ല, ഇതേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും. ഇപ്പം നിങ്ങൾ അതിനിടയ്ക്ക് ചെയ്ത് നിങ്ങളുടെ താല്പര്യത്തിലേക്ക് പോകാതെ ഞാൻ ഗവൺമെൻറ്റിന് പറയാനുള്ളത് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉന്നയിക്കും. ഞാൻ പറയാം. ഇപ്പം ഈ കാര്യത്തെ സംബന്ധിച്ചോളം കോടതി ഈ കാര്യത്തിൽ ഇത് പ്രോപ്പറാണ് എന്ന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതേസമയത്ത് സംശയം കോടതി ഉന്നയിച്ചത് 2019 ഈ കൊണ്ടുപോയെ സംബന്ധിച്ച് 4 കിലോഗ്രാം ഈ വെയിറ്റ് കാണാനില്ലാത്ത പ്രശ്നം അതാണ് ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. അപ്പോൾ വളരെ കൃത്യമല്ല കാര്യങ്ങൾ. 2019 കാര്യമാണ്, അതിനുശേഷമുള്ള സംഭവങ്ങളില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ച് ഏതോ പുതിയ സംഭവം ഇപ്പോൾ ഉണ്ടായ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അപ്പം നമുക്കറിയേണ്ടത് 1998 വിജയമല്ലി ഇത് സമർപ്പിച്ച ഘട്ടം മുതൽ ഇതുവരെയുള്ള 2025 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി അന്വേഷിച്ച് കൃത്യമായി അത് വെളിയിൽ വരണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അത് കോടതിയെ അറിയിക്കും. ബഹുമാനപ്പെട്ട കോടതിയാണ് അത് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത്. ഓച്ചോ അപ്പം അത് ഞാൻ പറഞ്ഞില്ല. സന്തോഷം കേട്ട നിങ്ങൾ അയ്യോ പറഞ്ഞതിലേറെ സന്തോഷം. ഏതായാലും ഞാൻ പൂർണ്ണമായി അതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിടത്ത് എത്തി കാര്യം. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയാൻ പറ്റും. നിങ്ങൾ ഏതായാലും ചൂണ്ടിക്കാണിച്ചത് നന്നായി, ഏറെ സ്വാഗതം ചെയ്യുന്നു.
ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു. ഈ കാര്യത്തിൽ കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. അത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഈ സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കിയുടെ വെളിയിൽ വരുമ്പോഴേക്ക് നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. 98 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരട്ടെ. അപ്പോൾ ആരൊക്കെയാണ്, അപ്പോൾ ഇത്തരൊരു അന്വേഷണം നടക്കരുതെന്നുള്ളൊരു ഉദ്ദേശമുള്ള ആളുകളും അതോടൊപ്പം തന്നെ മുമ്പ് കിട്ടിയ അയ്യപ്പ സംഗമത്തിൻ്റെ മേന്മയൊന്ന് കെടുത്താൻ കഴിയുമെന്ന്, ഇതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പരിശ്രമത്തിൻ്റെ രൂപത്തിലേക്കുമാണ് ഇത് കടന്നു വന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. തെറ്റായ രൂപത്തിൽ പ്രതിപക്ഷം ഈ കാര്യത്തെ വ്യാഖ്യാനിച്ചു, തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു, അടിസ്ഥാനരഹിതമായ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അത് കൃത്യമായി ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിലൂടെ പുറത്തു വരട്ടെ. നമ്മൾ സന്തോഷപൂർവ്വം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. നല്ല അന്വേഷണം നടക്കട്ടെ, അതുമായി പൂർണ്ണമായും സഹകരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ 2019 കൊണ്ടുപോയ ആ സ്വർണമുണ്ടോ ഇതുണ്ടോ എന്നൊക്കെയുള്ള തർക്കം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കോടതി പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കും. അപ്പം മുഴുവൻ ഒരു വിളി ഇപ്പോൾ ഇവരുടെ ഇന്റർനെറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ബഹുമാനപ്പെട്ട കോടതി ഈ ഉത്തരവ് വിട്ടത്. ഇതാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇത് നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്.